അടൽ ബിഹാരി വാജ്പേയി. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷവും കൂടിയാണ്. കരുത്ത്, ആവേശം. ആ പ്രസംഗം കേൾക്കണം. ആ പ്രസംഗം രാജിവെക്കുന്നതിന് മുമ്പ്, അതായത് അവിശ്വാസ പ്രമേയത്തെ നേരിട്ട് കൊണ്ട് അവിശ്വാസ പ്രമേയം പാസ്സാവും, അതല്ലെങ്കിൽ വിശ്വാസ പ്രമേയത്തിന് പിന്തുണ കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ പോലും നടത്തുന്ന സരസമായ പരാമർശങ്ങൾ, പ്രതിപക്ഷത്തിന് നേരെ ഇങ്ങനെ തൊടുത്തു വിടുന്ന പരിഹാസ ശരങ്ങൾ, നിങ്ങൾ ചിരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവരോട് പറയുന്ന ആ വാഗ്ധോരണി, ആ ഒഴുക്ക്, അത് കവിയാണ്, അറിയാമോ? കവിത, പ്രസംഗത്തിൽ കവിത രചിക്കുന്നത് ഞാൻ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതുകൊണ്ടായിരിക്കും, പക്ഷെ ആസ്വദിച്ച് ഇന്നും യൂട്യൂബിൽ ഒതുക്കിയാണ് സംഭാഷണമെങ്കിൽ പറയേണ്ടതെല്ലാം അതിൻ്റെ ഒരു കരുത്ത് ഓർക്കണം. ഈ രാഷ്ട്രീയമായി എതിർപക്ഷത്ത് നിൽക്കുമ്പോഴും അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി ഐക്യരാഷ്ട്ര സംഘടനയിലേക്ക് പ്രതിനിധി സംഘത്തെ നയിക്കാൻ സുപ്രധാന ഘട്ടത്തിൽ അയച്ചത് അടൽ ബിഹാരി വാജ്പേയിയാണ്. എന്തായാലും ആ സൂര്യ തേജസ് അസ്തമിച്ചിട്ട് ഇന്നേക്ക് 6 വർഷം. 2018 ഓഗസ്റ്റ് 16 ലോകം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രതന്ത്രജ്ഞരിൽ ഒരാളായ വാജ്പേയി വിടവാങ്ങിയത്. കാലം എത്ര കടന്നാലും അടൽ ബിഹാരി വാജ്പേയി എന്ന മഹാമനീഷി സൃഷ്ടിച്ച ശൂന്യത എന്നും നിഴലിച്ചു നിൽക്കും. जब तक गंगा की धार सिंधु में ज्वार, अग्नि में जलन, सूर्य में तपन शेष, स्वातंत्र समर की वेदी पर अर्पित होंगे अगणित जीवन यौवन अशेष। अमेरिका क्या संसार भले ही हो विरुद्ध, कश्मीर पर भारत का ध्वज नहीं झुकेगा। एक नहीं दो नहीं, एक नहीं दो नहीं करो 20 समझौते, पर स्वतंत्र भारत का निश्चय नहीं रुकेगा. ജനനം മുതൽ ആ ശരീരം ഉപേക്ഷിക്കും വരെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണൻ. അടൽ ബിഹാരി വാജ്പേയി കടന്നുപോയ വഴികൾ പരിശോധിച്ചാൽ അവതാര ലക്ഷ്യം വ്യക്തം. 3 തവണ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി. ആദ്യം 13 ദിവസം മാത്രം, പിന്നത് 13 മാസമായി. അന്ന് പൊക്രാനിൽ ഭാരതം നടത്തിയ ആണവ പരീക്ഷണത്തിലൂടെ വാജ്പേയി എന്ന രാഷ്ട്രതന്ത്രജ്ഞന്റെ ഇച്ഛാശക്തി ലോകരാജ്യങ്ങൾ പോലും തിരിച്ചറിഞ്ഞു. ആയിരത്തി 1999 കേവല ഭൂരിപക്ഷത്തോടെ വാജ്പേയി സർക്കാർ വീണ്ടും ഭാരതത്തിന്റെ സാരഥ്യം ഏറ്റെടുത്തു. ധീരതയുടെ കൂടി ആൾരൂപമായിരുന്ന AB വാജ്പേയിയുടെ നേതൃപാഠവും സൈനികർക്ക് നൽകിയ ആത്മധൈര്യവുമാണ് കാർഗിൽ വിജയ ദിവസത്തിലേക്ക് പോലും നയിച്ചത്. जब तक पाकिस्तान कारगिल की भूमि को पूरी तरह से खाली करके नहीं जाता, किसी तरह की बातचीत संभव नहीं. കവിതയും സാഹിത്യവുമൊക്കെ ആ തൂലികകളിൽ പിറക്കുമ്പോൾ അതിന് മൂർച്ചയേറിയിരുന്നു. തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രവിരുദ്ധ നിലപാടുകളെ പാർലമെന്റിനകത്തും പുറത്തും എതിർത്തപ്പോൾ ഭാരതീയർ അടൽ ബിഹാരി വാജ്പേയിയിൽ കണ്ടത് അചഞ്ചലമായ രാഷ്ട്രഭക്തിയിൽ തിളങ്ങിയ പ്രതിഭാസമാണ്. ആ പ്രാഗൽഭ്യങ്ങൾ ഭാരതത്തിന്റെ വികസനത്തിന് തറക്കല്ലായി. सत्ता का खेल तो चलेगा, सरकारें आएंगी जाएंगी, पार्टियां बनेगी बिगड़ेंगी, मगर ये देश रहना चाहिए. इस देश का लोकतंत्र अमर रहना चाहिए. രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിന്റെ പർണശാലയിലെ അരണി കടഞ്ഞു ജ്വലിപ്പിച്ച അഗ്നിയായതിനാൽ തന്നെ ഒരു കൊടുങ്കാറ്റിനും ആ ശോഭ കെടുത്താനായില്ല. 93 വർഷങ്ങൾ ഈ മണ്ണിൽ ജീവിച്ചു. ജീവനും ജീവിതവും ഭാരതത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ചു. ഒടുവിൽ ഡൽഹിയിലെ എയിംസിൽ 2018 ഒരു ഓഗസ്റ്റ് 16 ദേഹമുപേക്ഷിച്ച് ദേഹിയാത്രയായി. പകരം വെക്കാനില്ലാത്ത ഒരു ജീവിത സമസ്യ ഈ നാടിന് സമ്മാനിച്ച് അടൽ ബിഹാരി വാജ്പേയി കടന്നുപോയി. ജനം, ഡൽഹി.